PV Anwar ADGP Ajit Kumar വിവാദത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശശിയുടെ പ്രവർത്തനം മാതൃകാപരം. ആരോപണങ്ങളുടെ പേരിൽ ഒരാളെയും മാറ്റില്ല. അതേസമയം PV അൻവറിന്റെ തുറന്നു പറച്ചിലിനെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി. ശബ്ദരേഖ പുറത്തുവിട്ടത് ശരിയായില്ല. പരാതികൾ പറയേണ്ടിയിരുന്നത് പാർട്ടിയോടാണെന്നും പിണറായി. ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ലെന്നും മുഖ്യമന്ത്രി. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും തീരുമാനമെടുക്കുകയെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രജിത്ത്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചതിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. ഏറ്റവും പ്രധാനം, PV അൻവർ ഉന്നയിച്ച, എടുത്തു കാണിച്ച, തെളിവുകൾ സഹിതം നിരത്തിയ കാര്യങ്ങളിൽ പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരം എന്ന് മുഖ്യമന്ത്രി എങ്ങനെ സ്ഥാപിച്ചു ഈ വാർത്താ സമ്മേളനത്തിൽ? വീണ, പി ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് വളരെ പെട്ടെന്ന്, വളരെ ക്രൂരമായ ഭാവത്തിലായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയത്. അത്രയും നേരം അദ്ദേഹം വളരെ ചിരിച്ചു കളിച്ചുമൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ പി ശശിയെ കുറിച്ചുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ശശിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത്. അത് ഒരു തരത്തിലുള്ള പരിശോധനകൾക്കും അത് ആവശ്യമില്ല. അദ്ദേഹം നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണ്. അദ്ദേഹം CPM-കാരനാണ്. CPM പാർട്ടിയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അവിടെ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അവിടെയും അൻവറിനിട്ടൊരു കൊട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം അൻവർ വന്ന് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനല്ല ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൂടി അദ്ദേഹം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് അൻവറിനെ ഏതാണ്ട് പൂർണ്ണമായും തള്ളുന്ന രീതിയിൽ, ഒരു സംശയ നിഴലിൽ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത്, ഹവാല കടത്തുകളുമായി ബന്ധപ്പെട്ട പോലീസ് സ്വീകരിച്ച നടപടികൾ എടുത്തു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നടപടികളിൽ പോലീസിന് അല്ലെങ്കിൽ ADGP-ക്കെതിരെ, അജിത് കുമാറിനെതിരെ ചിലർക്ക് ഒരു പകയുണ്ടായിരുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നത്. അതിൽ നടപടികൾ സ്വീകരിക്കാത്ത, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ, ADGP-ക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ ഈ രീതിയിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ ഒരു ചിന്ത വരുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അതിനായി ഹവാല പിടിച്ച കണക്കുകൾ, അത് മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ച കണക്കുകളൊക്കെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. സ്വർണം 2020 മുതലുള്ള കാലയളവിൽ സ്വർണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വിശദീകരിച്ച് അത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് കൂടുതൽ പിടിച്ചെടുത്തത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണം പിടിച്ചെടുത്തതിന് ശേഷം ആ സ്വർണത്തിൽ അളവിൽ വ്യത്യാസം വരുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾക്കും കൃത്യമായ ഒരു പ്രതിരോധം ഒരുക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. മുഖ്യമന്ത്രി പറയുന്നത് ഈ സ്വർണം പിടിച്ചെടുക്കുമ്പോഴും അത് പിന്നീട് വേർതിരിച്ചെടുക്കുന്ന സമയത്തും അതിൽ കുറവ് വരും, അത് സ്വാഭാവികമാണെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. അതിനുശേഷം പറയുന്നു, ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് പോലീസിന്റെ മനോവീര്യം കെടുത്തുന്ന യാതൊരു നടപടികളും ഉണ്ടാകില്ല. സ്വർണ്ണക്കടത്തിനെതിരെ കൃത്യമായ ശക്തമായ നടപടികളുമായി സർക്കാരും പോലീസും മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ചില ഇടപെടലുകൾ ഉണ്ടാകുന്നത് പോലീസിന്റെ മനോവീര്യം കെടുത്താനും അത് ഈ സ്വർണ്ണക്കടത്ത് മാഫിയകളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം വരുന്നു, PV അൻവറിനെയാണോ ഈ തിരത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊള്ളാനാണ്. അത് കഴിഞ്ഞ് വീണ്ടും തുടർച്ചയായി PV അൻവർ ഉയർത്തിയിട്ടുള്ള പല ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് PV അൻവറിന് ഈ ADGP MR അജിത് കുമാറിനെതിരെ വ്യക്തിപരമായിട്ടുള്ള പകയുണ്ടായിരുന്നു എന്ന് നമുക്ക് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് തോന്നുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വരുന്നു. ഒരു ഓൺലൈൻ മാധ്യമത്തിനെതിരായ പരാതിയിൽ, അൻവറിന്റെ പരാതിയിൽ അതിന്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ADGP MR അജിത് കുമാറിനെതിരെ അൻവറിന് ദേഷ്യമുണ്ടായിരുന്നു. ആ ദേഷ്യവും ഈ രീതിയിൽ ഈ പരാതിക്ക് കാരണമായിരിക്കാം എന്ന് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പൂർണ്ണമായും അൻവറിന്റെ രീതികളെ തള്ളുന്നു. അൻവറിന്റെ ആരോപണങ്ങൾക്ക് ADGP നൽകിയിട്ടുള്ള മറുപടികളുടെ അതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അതേ സ്വരത്തിൽ തന്നെ, ഏതാണ്ട് അതേ ന്യായീകരണങ്ങൾ തന്നെ നിരത്തി മറുപടി നൽകുന്നു എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അൻവർ CPM-കാരനല്ല, അൻവർ ഒരു ഇടത് സഹയാത്രികൻ മാത്രമാണ്. അൻവറിന് വഴി കോൺഗ്രസിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകൾ പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഏതാണ്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി PV അൻവർ MLA-ക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പരാമർശങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ ആരോപണങ്ങൾ ഉയർത്തിയത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന, ഇടത് സംവിധാനങ്ങളിൽ നിൽക്കുന്ന ഒരു MLA ആയതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങളിൽ കൃത്യമായ പരിശോധനയും അന്വേഷണവും നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും നടപടികൾ ഉണ്ടാകുക.
ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്ന സമയത്ത് ADGPക്കെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ അപ്പോൾ നടപടി നോക്കാം. അതിനു മുൻപ് യാതൊരു തരത്തിലുള്ള നടപടികളും ADGP MR അജിത് കുമാറിനെതിരെ ഉണ്ടാകില്ല എന്നുള്ളത് അതൊരു നയമാണ്, നിലപാടാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഒരു റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മാത്രം ഈ ആരോപണങ്ങളിൽ നടപടി. എന്നാൽ പി ശശിക്കെതിരായ ആരോപണങ്ങളിൽ അതിന് പോലും വകയില്ലാത്ത രീതിയിൽ ആരോപണങ്ങളെ അവജ്ഞയോടെ തള്ളുന്നു എന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നു. അതായത് പി ശശിക്ക് പൂർണ്ണമായ സംരക്ഷണം, ADGP MR അജിത് കുമാറിനും കൃത്യമായ സംരക്ഷണം ഒരുക്കുന്നു, അൻവറിനെ തള്ളുന്നു എന്ന രീതിയിലേക്ക് ഈ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അൻവർ തുടർച്ചയായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാമെന്നുള്ള ഒരു പുതിയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തുടക്കമിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. അൻവറിനെ ഇനി സംരക്ഷിക്കാനോ താങ്ങാനോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാകില്ല എന്നുള്ളതിനുള്ള കൃത്യമായ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കൂടി, അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തു വിടുമോ എന്ന്. അതായത് SP സുജിത് ദാസ് അടക്കമുള്ളവരുടെ ഫോൺ സംഭാഷണം താൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അദ്ദേഹം പുറത്തുവിടുന്ന ആദ്യഘട്ടത്തിൽ SPയുടെ ഫോൺ സംഭാഷണം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. ഇത് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ എന്നുള്ളതാണ്. കാരണം നമ്മൾ ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നു അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള അൻവറിന്റെ തുറന്നു പറച്ചിലുകൾ, അൻവർ ഈ വാർത്താ സമ്മേളനങ്ങൾ തുടർച്ചയായി നടത്തിയതിനെ മുഖ്യമന്ത്രി ഈ രീതിയിൽ വിമർശിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത്, അൻവർ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടിരുന്നെങ്കിലും അതിന് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞത് താൻ അറിഞ്ഞു. അപ്പോൾ തന്നെ അൻവറിന് തന്നെ നേരിട്ട് വന്ന് കാണാനുള്ള നിർദ്ദേശം മറ്റൊരാൾ വഴി, മറ്റു സംവിധാനം വഴി നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ അൻവർ അതിന് തയ്യാറായില്ല. പിന്നീടും രണ്ടോ വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം നടത്തുന്നു. അതിനുശേഷമാണ് തന്നെ വന്ന് കാണുന്നത്. അതൊരു ഇടതുപക്ഷ രീതിയല്ല എന്നുള്ളത് മുഖ്യമന്ത്രി എടുത്തു വെച്ച് പറയുന്നു. അവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത്, അൻവർ ഒരു CPMകാരനല്ല, അൻവർ വളർന്നു വന്നത് കോൺഗ്രസിലൂടെയാണ് എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത്. പൂർണ്ണമായും അൻവറിന്റെ ആരോപണങ്ങളെ ഏതാണ്ട് മുഖ്യമന്ത്രി തള്ളിക്കളയുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, പരാതികളുണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ ഗൗരവകരമായ അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഗവർണർ നൽകിയ അൻവറിനെതിരെ ഗവർണർ ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കത്തിൽ അതിലും പരിശോധന നടക്കും, അതിലും പരിശോധന നടത്തേണ്ടവർ പരിശോധന നടത്തും. അതിനുശേഷം റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ നടപടി സ്വീകരിക്കാം എന്നുള്ള ഒരു നിലപാട് കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഈ തൃശൂർ പൂരം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അത് അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ അതിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാത്ത കാര്യത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതായത് അതിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ആഴ്ച അന്വേഷണത്തിന് കുറച്ച് നാളുകൾ കൂടി വേണമെന്നുള്ളൊരു ആവശ്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് പക്ഷേ 24-ാം തീയതിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് വളരെ സേഫ് ആയ ഒരു സമയം നോക്കിയുള്ള വാർത്താ സമ്മേളനമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്ന് വ്യക്തമാണ്. ഇതായാലും അദ്ദേഹത്തിന്റെ വാദം വിചിത്രമാണ്. ആ ഫോൺ റെക്കോർഡ് ചെയ്തതും അത് പുറത്തുവിട്ടതുമാണ് തെറ്റ്. അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പരാമർശമില്ല, അല്ലെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് തെളിയട്ടെ എന്ന തീരുമാനത്തിലേക്ക് കൂടി അദ്ദേഹം എത്തുകയാണ്. അത് വിചിത്രമായി തോന്നി. ഏതായാലും ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനം മുൻകൂട്ടി കണ്ടാണല്ലോ അല്പസമയം മുമ്പ് അൻവർ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചത്. അതേതായാലും നന്നായി. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാനും കഴിഞ്ഞു. ഓക്കെ, മറ്റൊരു വിഷയം ഈ വയനാട് സംബന്ധിച്ചാണ്. വയനാട്ടിലെ മാധ്യമങ്ങൾ എടുത്ത പങ്ക്, വയനാട് പ്രശ്നം ഉണ്ടായ സമയത്ത്, ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് മാധ്യമങ്ങൾ എടുത്ത നിലപാടിനെ അദ്ദേഹം പ്രകീർത്തിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം പുറത്തുവിട്ട കണക്കുകളിലെ പൊരുത്തക്കേടിനെ സംബന്ധിച്ച് അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിനപ്പുറത്തേക്ക് വൻ വിമർശനവും മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടല്ലോ. അതായത് ഈ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന് കേരള സർക്കാർ നൽകിയ മെമ്മോറാണ്ടം, അത് കോടതിയുടെ നടപടികളുടെ ഭാഗമായി പിന്നീട് പുറത്തു വന്ന സമയത്ത് ഇതിലെ കണക്കിലെ പൊരുത്തക്കേടുകൾ പലതും ചൂണ്ടിക്കാട്ടിയിരുന്നു മാധ്യമങ്ങൾ. പ്രത്യേകിച്ച് ശവസംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ നടപടിക്രമങ്ങൾക്കും ഒക്കെ വരുന്ന കണക്കുകൾ എന്ന രീതിയിൽ നൽകിയിരിക്കുന്ന പ്രൊജക്ഷനെയും അതിൻ്റെ ആക്ച്വൽസിനെയും ഒക്കെ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനങ്ങൾ ധാരാളമായിരുന്നു. പൊതുസമൂഹത്തിൽ നിന്ന് വിമർശനങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകൾ പോലും ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുഖ്യമന്ത്രി നൽകുന്ന ഒരു ഭാഷ്യമെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാനുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. വളരെ രൂക്ഷമായ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്കെതിരെ ഒരുപക്ഷെ നശീകരണാത്മകമായിട്ടുള്ള വാർത്തകൾ നൽകുന്ന സ്വഭാവം മാധ്യമങ്ങൾ കാണിക്കുന്നു. ഒരു തരത്തിൽ
ഇടത് വിരുദ്ധത മാധ്യമങ്ങൾക്കുണ്ട്. ആ ഇടത് വിരുദ്ധതയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ SDRF നിന്നുള്ള പണം SDRF നിന്ന് പണം പല പദ്ധതികൾക്കും പല കാര്യങ്ങൾക്കും ഈ രീതിയിൽ അനുവദിക്കുന്നതിനുള്ള അതിൽ ആവശ്യപ്പെടാവുന്ന തുകയ്ക്ക് പല പരിമിതികളുമുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ തുക ഈ രീതിയിൽ ഈ SDRFന്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കോട്ട് ചെയ്തത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ അവിടെ അപ്പോഴും ഈ കണക്കുകളിലെ പൊരുത്തക്കേടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാര്യങ്ങളിൽ വ്യക്തമായ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ആരോപണം, ഒരു വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും മാധ്യമങ്ങളെ ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സമീപനം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത്തരം വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ നിർബന്ധിതമാകുന്നു എന്ന രീതിയിലും മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം ഉണ്ടായി. അതായത് മാധ്യമങ്ങളാണ് ഇവിടെ എല്ലാ കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നത്, മാധ്യമങ്ങളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്, കിട്ടാവുന്ന കേന്ദ്ര സഹായം അത് ഇല്ലാതാക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു, അതിന് രാഷ്ട്രീയപരമായ ചില പിന്തുണകൾ ലഭിക്കുന്നു തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. എന്തായാലും ഈ അതോടൊപ്പം തന്നെയാണ് DYFI കുറിച്ചുള്ള വാർത്തകൾ, നേരത്തെ ലോക കേരള സഭയെ കുറിച്ചുള്ള വാർത്തകൾ, ഇതെല്ലാം വ്യാജ വാർത്തകളായിരുന്നു എന്ന രീതിയിൽ മുഖ്യമന്ത്രി പലത് സ്റ്റേറ്റ്മെന്റുകളും ഒട്ടനവധി, അതൊരു വാർത്താ സമ്മേളനത്തിന്റെ ഇന്ന് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം എടുത്ത വാർത്താ സമ്മേളനത്തിന്റെ പൂർണ്ണമായ ഒരു 60% ഭാഗം ഈ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്കായിരുന്നു മുഖ്യമന്ത്രി എടുത്തത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾക്കെല്ലാം പിന്നിൽ മാധ്യമ അജണ്ടയാണ് എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈ വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ അജണ്ട പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ മാധ്യമ ചില വാക്കുകളൊക്കെ എന്ന് പറയുമ്പോൾ ഏത് കാര്യവും തെറ്റായ വാർത്ത നൽകി അത് വഴിതിരിച്ചു വിടുന്നു. ഒരു വാർത്ത പൊളിഞ്ഞാൽ ഉടനെ രജയില്ലാതെ അടുത്ത വാർത്തയിലേക്ക് പോകും. അങ്ങനെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ മാധ്യമങ്ങളെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് ആളുകളൊക്കെ ഉയർത്തിയിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയൊന്നും മുഖ്യമന്ത്രി കൃത്യമായി നൽകിയിട്ടില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം SDRFന്റെ ചില സാങ്കേതിക വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അതിനപ്പുറത്തേക്ക് കാര്യക്ഷമമായിട്ട് ഈ കണക്കുകളിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചോ ഒന്നും മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വീണ.